മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ ലല്ലിയെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പക്ഷെ അതിനൊരു കാര്യം ഗോപി, ലല്ലി അതിന് സമ്മതിക്കുന്നു. മുത്തശ്ശൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിരെ പറയില്ല. അത് ശരി. പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ അവളുടെ മുറച്ചെറുക്കനാണ്. അതെ, നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ മുത്തശ്ശൻ ഇതിനൊരു തീരുമാനമെടുക്കില്ല അല്ലേ? ക്രോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല. മുത്തശ്ശൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഗോപി അറിയിക്കാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പോഴൊന്നുമില്ല. ഇയാള് സ്വല്പം പെശകാണ്. ആഴപ്പാടെ ഒരു മനസമാധാനവും ഇല്ല. എല്ലാം ശരിയാകും. നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലോ? ഞാനും അതേക്കുറിച്ച് ആലോചിക്കായികയല്ല. അല്ല, പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആകട്ടെ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടൻപിള്ള, ഇത് വക്കീൽ പിള്ള. ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ്. സിംഗപ്പൂർ കുട്ടൻപിള്ളയാണല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഞാനും ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യമെല്ലാം രാജൻ പറഞ്ഞു. ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപിള്ള. പത്മനാഭപിള്ള വക്കീലേ. ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി. പക്ഷേ രക്ഷയില്ല. അവനൊരു പിടിവാശിക്കാരനാണ്. മിസ്റ്റർ പത്മനാഭപിള്ളை, you are a Pillai. I am a Pillai. Your son is a Pillai. My daughter is a Pillai. Our vakil is another Pillai. We are all Pillai. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തി. രക്ഷയില്ല പിള്ളേ. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീർച്ചയായും. ആ മുറിക്കകത്തിരിപ്പുണ്ട്. നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ആശുപത്രിയൊക്കെ നടക്കുന്നത്? ദേഷ്യപ്പെടരുത്. പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലെ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? മിസ്റ്റർ കുട്ടൻപിള്ളെ, നിങ്ങൾ മനുഷ്യ വെറുതെ ബോർഡിക്കരുത്. എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമല്ല. ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അങ്ങ് തീർത്ത് പറയരുത്. രാജന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല. ആ വേക്കൻസിക്ക് വേറെ ആളെ നിയമം. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറയുന്നത് എനിക്കത് ഇഷ്ടമില്ല. വേണം മതി. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം, പിന്നെ കാണാം. കാണണ്ട. കാണണ്ട. കാണണം. അപ്പൊ പിന്നെ കാണാം. ഇങ്ങോട്ട് വാങ്ങി. എനി നമ്മുടെ മോൻ ഭരതന്റെ കത്തുണ്ട്. എന്തുണ്ട് വിശേഷം? കേട്ടു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൂടി സമയം പോലെ വായിച്ചറിയാൻ മകൻ ഭരതൻ എഴുതുന്നത്. ഞാൻ മദ്രാശിയിലേക്ക് വന്ന കാര്യം ഏറ്റവും മംഗളമായി കലാശിച്ചിരിക്കുന്നു. വിവാഹത്തിന് തീയതി കുറിക്കുക മാത്രമേ ഇനി വേണ്ടൂ. ഒരു 10 ദിവസം കൂടെ ഞാൻ ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടൻ കുറെ പണം അയച്ചു തരണം. ചെലവ് വളരെ കൂടുതലാണ് എന്ന് സ്വന്തം മകൻ ഭരതൻ. എന്നാലും നമ്മൾ വിചാരിച്ച കാര്യം മണ്ടനൊന്നുമല്ല അവൻ. പറ്റിച്ചോളഞ്ഞില്ലേ കാര്യം? ആ രാഘവൻ പിള്ളയും കെട്ടിയോളും തോറ്റു. അവരുടെ മകനങ്ങ് ലോകൈക സമർത്ഥനാണെന്നല്ലേ ഭാവം. എന്നിട്ടിപ്പ എന്തായി? എന്റെ മകൻ അവനെ തോപ്പിച്ചു. എങ്ങനെയായാലും സന്താനം എന്റെ വലിയ. പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ല. നമുക്ക് ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടണം. മുത്തച്ഛനെ ചെന്ന് കണ്ട് കല്യാണം ഉടനെ നടത്തിക്കണം. സംസാരിക്കാൻ നേരമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഒരുങ്ങിക്കോ. നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി പോകാം. രമണിക്ക് എന്നെ ഇഷ്ടമാണോ? അതെ. എന്നാ എന്നെ കല്യാണം കഴിക്കാമോ? അച്ഛന്റെ സമ്മതം വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങാം. ഞാനെല്ലാം ആലോചിച്ചുറച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്നും ഒരു നല്ല ഉശിര. എനിക്ക് ആരെയും പേടി, ഒട്ടും പേടി. അയ്യോ, അവളെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇനിയും ഞങ്ങളെ കണ്ടുപിടിക്കാനാണോ ഭാവം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് പറയാൻ. ആത്മാർത്ഥമായിട്ട് പറയണം. അതെ. എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്യണം.
ഞങ്ങൾ രണ്ടുപേരെയും പറ്റി മുത്തശ്ശനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിച്ചു തരാൻ ലല്ലിയോട് പറയണം. തീർച്ചയായും പറയാം. മുത്തശ്ശന്റെ മുമ്പില് അച്ഛന്റെയും അമ്മയുടെയും വാശി പോവുകയില്ല. നിങ്ങൾ രണ്ടുപേരുടെ സഹായം ഞങ്ങൾക്കും വേണം. അയ്യോ, എന്തിന്? ഞങ്ങളെല്ലാം ചേർന്ന് പ്ലാനിട്ട് ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ലല്ലിയെ വിവാഹം കഴിപ്പിക്കാൻ. വിശദമായിട്ട് പറയാം. വരും. ആരാടാ ലല്ലിമോനാ? പക്ഷേ കളി നിർത്താം. എന്താടാ മുത്തശ്ശനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഭരതനോ? നീ എന്താടാ വിളിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. വളരെ സങ്കടത്തിലാണ്. എന്താടാ ഭരത സങ്കടം? കാര്യം തുറന്നു വരാ. രമണി ഇങ്ങോട്ട് വരൂ. കാര്യം മനസ്സിലായില്ലല്ലോ. ഇതാണ് എന്റെ സങ്കടം. വക്കീലേ, ഭരതേട്ടനെ ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. ആഹാ, ഇതാണോടാ കാര്യം? അത് മുത്തശ്ശൻ തന്നെ നടത്തി കൊടുക്കണം. അയ്യോ, ഈ ഇവരെ അമ്മ അറിഞ്ഞാൽ അമ്മ എന്നെ കൊന്നുകളയും. എന്താ ശങ്കര? ഭരതം പിള്ളയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അയ്യോ, എന്റെ കാര്യം മുത്തച്ഛാ, മോനെ, നീ ഒരു കാര്യം ചെയ്യും. പിന്നെ ഇവരെ ആ ബെഡ്റൂമിൽ കൊണ്ടു. ഇരിക്കണം. കാർത്തേനി കാര്യം തൊട്ട് വന്നേക്ക്. വേണ്ട 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 വേണ്ട. സന്തോഷ വർത്താനം മുത്തച്ഛനും അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞോ? രണ്ടുപേരും തമ്മിൽ വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടം. അപ്പൊ ഈ കല്യാണം ഉടനടി നടത്തുന്നതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമില്ല? എല്ലാം മുത്തച്ഛന്റെ ഇഷ്ടം. എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എനിക്കും. എന്റെ പൊന്നു മക്കളെ ഒരു നോക്ക് കാണാൻ വൈകി. അവരെവിടെയാ മുത്തച്ഛ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ഭരതാ, താൻ നിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരൂ. രണ്ടുപേരും കുഞ്ഞുവിന്റെയും കാർത്തിയാനിയുടെയും കാലയെ തൊട്ട് നമസ്കരിക്കണം. അയ്യോ, ഇവളാണോ? ഇവളേതാ? ഭരതൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അയ്യോ, കൊക്കിന് വെച്ചത് കുളക്കോഴിക്ക് കൊണ്ടല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം. എടാ, എന്താണ് അതിന്റെ അർത്ഥം? വിവാഹം. ചൂളെ. പിന്നെ ആണുങ്ങളെ മൊത്തം ചൂലാന്ന് വിളിക്കരുത്, എനിക്ക് ദേഷ്യം വരും. അയ്യോ, എവിടെന്ന് വന്നടാ നിനക്ക് ഈ ധൈര്യം? വേടാ ഇങ്ങോട്ട്. മനസ്സില്ല. നീ അങ്ങോട്ട് വരുമല്ലോ, അപ്പൊ പറയാ. ഇനിയേ ഞാൻ അങ്ങോട്ടില്ല. എന്തായിരുന്നാലും ഭരതൻ രമണിയെ വിവാഹം കഴിക്കും. മാനം വേണമെങ്കിൽ രണ്ടുപേരും ചേർന്ന് അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം. സാധ്യമല്ല. എന്നാ അങ്ങ് പോയാട്ടെ. വിവാഹം ഞാൻ നടത്തും. ഭരതൻ ഇനി അങ്ങോട്ടില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കൊള്ളാം. ക്ഷണക്കത്ത് അങ്ങോട്ട് അയക്കാം. സൗകര്യപ്പെട്ടാൽ രണ്ടുപേരും വരും. വരും വരും. ഇനി എന്താണ് നിർത്തോണ്ട് നിൽക്കുന്നു? വന്നട്ടെ. മോനെ ഭരത, എന്തോ ഈ തറവാട്ടിൽ മുത്തച്ഛന്റെ വീരശൂര പരാക്രമം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂടാ വക്കീലേ. രണ്ടുപേരും വരാതിരിക്കുമോ? തീർച്ചയായും രാജൻ വരും. നമ്മുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിയുടെ പാർട്ടി എന്നാണ് രാജനോട് ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുള്ളത്. ലല്ലിയോട് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രണ്ടുപേരെയും നമ്മുടെ കെണിയിൽ വീഴ്ത്തണം. അതാ ലല്ലി വരുന്നു. നമ്മുടെ പ്രേമാഭിനയം കണ്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടപടാന്നടിക്കണം. മനസ്സിലായോ? ഏറ്റു. Then we will start. Come on. ഈ കളിയും ഡ്രോയി. അതെ അതെ, വെറുതെ കളിച്ചു. മിസ്റ്റർ രാജൻ വന്നത് അറിഞ്ഞില്ല. എങ്ങനെ അറിയും? സിനിമാ പ്രേമാഭിനയമായിരുന്നില്ലേ? കുറച്ചു നേരമായോ വന്നിട്ട്? സ്വല്പനേരമായി. കുറച്ചു നേരത്തിന് ഞങ്ങളെല്ലാം മറന്നുപോയി. പ്രേമം ഒരു പ്രത്യേക അനുഭൂതിയാണ്. അനുഭൂതിയേക്കാൾ കൂടുതൽ അധ്വാനമാണ്, അല്ലേ ലലി? അതെ, പാർട്ടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു കളഞ്ഞല്ലോ. ശരി, നമുക്ക് പുറപ്പെടാം. കാത്തുനിന്ന് കാല് വളഞ്ഞു. ഞങ്ങൾ സ്വല്പം വൈകിപ്പോയി. ഇത് ഭരതേട്ടൻ, ലല്ലിയുടെ കസിനാണ്. നീ ഇപ്പൊ വൈകിക്കണം, വയറ് വിശക്കുന്നു. ഡ്രൈവിലേക്ക് പോകാം. വരും.